നമസ്കാരം. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി മീൻകറിയാണ്. ചട്ടിയിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മീൻ നമ്മൾ കറിക്ക് ആയിട്ട് കഷ്ണങ്ങളായിട്ട് ഇടുക. ഇത് ഞാൻ മീനിൻ്റെ അകത്ത് മഞ്ഞളും മുളകും മിക്സ് ചെയ്ത് വെച്ചതാണ്. അയിലയാണ്. പിന്നെ തേങ്ങ വേണം 1 കപ്പ്, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ഈ സവാളയാണെന്ന് സവാള അല്ലെ ചെറിയുള്ളിയാണെന്ന് ചെറിയുള്ളി, ഏത് വണ്ടിക്ക് എടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറിയുള്ളി ആണെങ്കിൽ ടേസ്റ്റ് കൂടും. പച്ചമുളക്, 1 തക്കാളി, മോര് 1 ചെറിയ ഗ്ലാസ്, പിന്നെ പെരിഞ്ജീരകവും ചെറിയ ജീരകവും 2 ജീരകവും വേണം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ചെറിയ ടീസ്പൂണ്, 2-3 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഉലുവപ്പൊടി ചെറിയൊരു 1/2 ടീസ്പൂണ്. പിന്നെ വേണ്ടുന്നത് കരിവേപ്പില, വാളം പുളിയില്ലേ, നമ്മുടെ പുളി, പിന്നെ വെളിച്ചെണ്ണ. ഈ സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. ആദ്യമായിട്ട് വേണ്ടുന്നത് നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, ഈ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല, ചീന്തി ഇട്ടാലും മതി. തക്കാളി 1 പകുതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ആദ്യം. തക്കാളി പകുതി മാറ്റി വെക്കും. പകുതി സ്ലൈസായിട്ട് കട്ട് ചെയ്യാം. പച്ചമുളക് ചീന്തി ഇടുക. പച്ചമുളക് നിങ്ങളും എരിവത്രയാണ് അതിന് കണക്കായിട്ടുള്ളതാണ്. പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്ന ഈ തേങ്ങ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, അധികം വെള്ളമില്ലാണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പെരിഞ്ജീരകവും ജീരകവും ഇടുക. ഇന്ന് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. കുറച്ച് ഉപ്പും, അധികം ചേർക്കരുത്, കുറച്ചൊരു പേരിന് മാത്രം ഉപ്പില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. പേസ്റ്റായിട്ട് എടുക്കണം, അധികം വെള്ളമായി പോകും. അപ്പോൾ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വെച്ച തക്കാളി അതൊരു വലിയ പീസാക്കിയിട്ട് 6 കഷ്ണമാക്കിയിട്ട് മുറിച്ചിടുക. ലാസ്റ്റ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ചുള്ളി നമുക്ക് മാറ്റി വെക്കണം, ഒന്ന് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം. വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം. 1 തണ്ട് കരിവേപ്പില ഇടാം. 1 തണ്ട് കരിവേപ്പില. കുറച്ച് ഉപ്പ് ചേർക്കും. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. എല്ലാത്തിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുന്നില്ല. മീൻ മിക്സ് ആക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തില്ല. ഇത് നല്ലോണം കൈനെ കൊണ്ടൊന്ന് ഞെരടിക്കും. അടുത്തായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് 1 മണ്ണിൻ്റെ ചട്ടി പിന്നെ മുകളിലേക്ക് കൊടുക്കും. ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി എണ്ണ ചെറുങ്ങനെ ചൂടായിട്ടുണ്ട്, ചെറിയ തോതിൽ. അപ്പോൾ അതിനകത്തേക്ക് എടുത്തു വെച്ച മുളക് പൊടീൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കുക. 1 മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ മൊത്തം അതിൻ്റെ അകത്തേക്ക് ഇടുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പൊടി കരിഞ്ഞു കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മീനിടുക. അരച്ച് വെച്ച തേങ്ങ, നമ്മൾ കുതിർത്ത് വെച്ച പുളി ഉണ്ടായിരുന്നു, ആ പുളിയും ഇതിൻ്റെ അകത്തേക്ക് വെക്കുക. പിഞ്ഞെടുക്കുക. ഇവനായിട്ടിട. പച്ചമുളക് 1 പകുതി പച്ചമുളക് ഇതിലിടുക. കൈനെ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ ചെറിയൊരു ചൂടുണ്ടാവും, പക്ഷെ ആ തേങ്ങേൻ്റെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തണിഞ്ഞോളും. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ തേങ്ങേൻ്റെയും ആ ഒരു കഴുകിയിട്ടുള്ളൊരു വെള്ളമാണിത്. ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. എത്ര വേണ്ടി വരും. ഉപ്പ്
ഇപ്പം കുറച്ചിടാം. ഈ മീൻ കറി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടികൾ ഇളക്കാണ്ട് ചൂടായി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ചട്ടി എടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി വെക്കുന്നതാണ്. ഇപ്പം നമുക്ക് കത്തിച്ചിട്ട് ചെറിയ ചൂടിലിങ്ങനെ വെക്കാം. നമ്മൾ മീനെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റായി. നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ അധികം ഇളക്കറ് പൊട്ടിക്കും. പിന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി തുറന്നിട്ടിട്ട് തിളപ്പിക്കുക. തീ ഓഫാക്കാം. കുറച്ച് കരിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. പിന്നെ 2 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ അകത്തേക്കുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിയട്ടെ, ഒന്ന് തണിയണം. ഇത് നോക്കാം, തണിഞ്ഞിട്ടുണ്ടാവും. ഇത് എണ്ണയെല്ലാം തേങ്ങേൻ്റെ അകത്തുള്ള എണ്ണയെല്ലാം ഇങ്ങനെ മോര് വേണ്ടുന്ന കൂട്ടിരിക്കേ. എല്ലാവരും ഒഴിക്കണമെന്നൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ കഴിക്കാം നമുക്ക്. കഴിക്കേണ്ട രൂപത്തിലായി മീൻ. അതിനകത്ത് കുറച്ച് ആദ്യം എടുത്തു വെച്ച ഉള്ളിയില്ലേ, അതൊന്ന് വഴറ്റിയിട്ട് വറുത്തിടുന്നുണ്ട്. അത് ആവശ്യമുള്ള കൂട്ടർ മാത്രം ചെയ്താൽ മതി, ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എടുത്ത് വെച്ച കുറച്ച് ഉള്ളി. ഇപ്പം തലശ്ശേരി മീൻ ചട്ടിക്കറി ശരിയായിട്ടുണ്ട്. എൻ്റെ വറ്റും വെള്ളവും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ഒരു പുതിയ കറിയോ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് വരാം.